നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിനു കുര്യാക്കോസ്. പ്രധാന വാർത്തകൾ. നാടിനാവേശമായി നടുഭാഗം പുത്തൻചുണ്ടൻ നീരണിഞ്ഞു. ജലോത്സവത്തിൽ ജലകേസരിയാവാൻ നടുഭാഗം ചുണ്ടന് സാധിക്കണമെന്ന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതിഭ ഹരി. കീശകീറി കൺസ്യൂമർ ഫെഡ്, ജോലി നഷ്ടപ്പെട്ട ജീവനക്കാർ. മാർച്ച് അവസാന വാരത്തോടെ സംസ്ഥാനത്തെ പകുതിയോളം കൺസ്യൂമർ ഫെഡ് നന്മ സ്റ്റോറുകൾക്കും താഴുവീഴും. അപകടക്കെണിയൊരുക്കി ബോട്ട് ജെട്ടി, അനക്കമില്ലാതെ അധികൃതർ. പ്രതിഷേധവുമായി യാത്രക്കാർ. വാർത്തകൾ വിശദമായി. ജലോത്സവ പ്രേമികളുടെ ആർപ്പുവിളികൾക്ക് നടുവിൽ പമ്പയാറ്റിൽ നീരണിഞ്ഞ് നടുഭാഗം പുത്തൻചുണ്ടൻ. നെഹ്റുവിന്റെ പാദസ്പർശമേറ്റ നടുഭാഗം ചുണ്ടൻ ചരിത്ര സ്മാരകമാകുമ്പോൾ ഓളപ്പരപ്പിൽ വിസ്മയം തീർക്കാൻ നടുഭാഗം പുത്തൻചുണ്ടൻ ഇനിയുണ്ടാകും. തടിച്ചുകൂടിയ വള്ളംകളി പ്രേമികളുടെ ആവേശം അലകടലായി മാറിയതോടെ ചമ്പക്കുളത്താറ്റിൽ ജലോത്സവത്തിന്റെ പ്രതീതി ഉണർത്തി. ആയിരങ്ങളെ സാക്ഷി നിർത്തി ബുധനാഴ്ച രാവിലെ 10:54-നും 11:06-നും ഇടയിലാണ് നടുഭാഗം പുത്തൻചുണ്ടൻ ചമ്പക്കുളത്താറ്റിൽ നീരണിഞ്ഞത്. നീരണിഞ്ഞ നടുഭാഗം പുത്തൻചുണ്ടനിൽ ആദ്യം കാൽകുത്തിയത് വള്ളത്തിന്റെ മുഖ്യശില്പിയായ സാബു നാരായണനാണ്. നടുഭാഗം പുത്തൻചുണ്ടനിൽ തുഴയുവാൻ ആദ്യ അവസരം ലഭിച്ചത് നാട്ടുകാർക്കാണ്. പുത്തൻചുണ്ടനിൽ നാട്ടുകാർ തുഴയെറിഞ്ഞപ്പോൾ ഒന്നാം പങ്കായം ജയശങ്കറും ഒന്നാം തുഴ ബേബിച്ചൻ കൊണ്ടാക്കലും നിയന്ത്രിച്ചു. തുടർന്നു നടന്ന പൊതുസമ്മേളനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു പ്രതിഭ ഹരി ഉദ്ഘാടനം ചെയ്തു. ഈ വള്ളത്തിന്റെ ശില്പി, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പലപ്പോഴും അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ശ്രീ മോഹൻ, അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം പലപ്പോഴും വേദനയോടുകൂടി എന്നോട് പറയാറുണ്ട്, ഏത് ചുണ്ടൻ വള്ളവും അല്ലെങ്കിൽ ഏത് ശില്പവും എന്തും മനോഹരമാക്കുന്നത് ആ ശില്പിയുടെ കരവിരുതാണ്. എന്നാൽ പലപ്പോഴും ഇത് രംഗത്ത് വരുമ്പോൾ അവഗണിക്കപ്പെട്ടവരായി മാറുന്ന ആ ശില്പി. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് നല്ല ഗുരുത്വം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ നിങ്ങൾ ശ്രീ സാബു നാരായണൻ ആചാര്യയെ ഇവിടെ അനുസ്മരിച്ചുകൊണ്ട് തന്നെയാണ് യോഗം തുടങ്ങിയത്. അതുപോലെ ചുണ്ടൻ വള്ളങ്ങളുടെ ശില്പിയായ നമ്മുടെ കോഴിമുക്ക് നാരായണാചാര്യയൊക്കെ നമ്മൾക്ക് കുട്ടനാട്ടുകാർക്ക് ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മാറ്റാൻ കഴിയുകയില്ല. അത്തരത്തിലുള്ള ശില്പിയുടെ ചുണ്ടൻ വള്ളങ്ങളുടെ ശില്പിയായിരുന്ന അദ്ദേഹത്തിന്റെ പിൻതലമുറ, അദ്ദേഹത്തിന്റെ മക്കൾ അടങ്ങുന്നവരുടെ കരവിരുതാൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ചുണ്ടൻ വള്ളം ഇവിടെ ഇന്ന് നീറ്റിലിറക്കിയിരിക്കുന്നു. ഈ സുന്ദരമായ ഈ ധന്യമായ മുഹൂർത്തത്തിന്റെ ഭാഗമാകാൻ കഴിയുന്നത് ഞങ്ങളെ ഓരോരുത്തരെയും സംബന്ധിച്ച് വലിയ ഭാഗ്യമാണ്. വരുന്ന ജലോത്സവങ്ങളിൽ ഓളപ്പരപ്പിനെ കീറിമുറിച്ച് ഒന്നാമതെത്തുന്നത് നടുഭാഗം പുത്തൻചുണ്ടനായിരിക്കുമെന്ന് അവർ പറഞ്ഞു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം, നെടുമുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രത്നമ്മ, ഫാദർ ജോസഫ് വാണിയപ്പുരയ്ക്കൽ തുടങ്ങി നിരവധി പ്രമുഖർ യോഗത്തിൽ പങ്കെടുത്തു. ക്യാമറമാൻ സനോജ് ഷാജിക്കൊപ്പം സാനു കെ സജീവ്, KCV ന്യൂസ്. ചുണ്ടൻ വള്ളങ്ങളുടെ രാജശില്പി പട്ടം ഇനി സാബു നാരായണന് സ്വന്തം. പിതാമഹന്മാരുടെ അനുഗ്രഹത്താൽ സാബു നാരായണൻ എന്ന യുവശില്പിയുടെ നേതൃത്വത്തിലാണ് നടുഭാഗം പുത്തൻചുണ്ടൻ പുനർജനിച്ചത്. മുത്തച്ഛൻ നീലകണ്ഠനാചാരിയും പിതാവ് കോയിമുക്ക് നാരായണനാചാരിയും ഇളയച്ചൻ ഗോപിയാചാരിയും ഉളികുത്തിയിട്ടുള്ള നടുഭാഗം ചുണ്ടന്റെ ശില്പിയാകാനുള്ള ഭാഗ്യം സിദ്ധിച്ചത് മുൻജന്മ സുഹൃതം പോലെയാണ് സാബു നാരായണൻ കാണുന്നത്. എന്റെ പിതാവിന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ വള്ളം. നാരായണാചാരി, കോയിൽമുക്ക് നാരായണാചാരി. 1991 ഞാൻ ആദ്യമായിട്ട് കല്ലുപറമ്പൻ ചുണ്ടൻ്റെ വർക്കുമായിട്ടാണ് ആദ്യമായിട്ട്. അത് കഴിഞ്ഞ് 3 വർഷം അച്ഛൻ്റെ കൂടെയുള്ള പണി സമയം കഴിഞ്ഞ് 1994 മാർച്ച് 26 അച്ഛൻ മരിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഉമാമഹേശ്വരൻ കൂടെ
94 ആലപ്പാട് വള്ളത്തിൻ്റെ പണിയായിട്ട് പിന്നെ ബന്ധപ്പെട്ടു. അങ്ങനെ ചേട്ടനും ഞങ്ങളെ പരമ്പരയായിട്ട് ഇളയച്ചൻ്റെയും ചേട്ടൻ്റെയും കൂടെ പണികൾ കഴിഞ്ഞു. 2011 ഞാൻ സ്വതന്ത്രമായിട്ട് ആയർമുവാടി എന്ന ചുണ്ടൻ വള്ളത്തിന് ഉള്ളുകുത്തി 2011 ഇറങ്ങി. അത് കഴിഞ്ഞ് 2014 സെൻറ്റ് പൈസ് മങ്കമ്പ്, 2015 നടുഭാഗം. ഇതിനിടയ്ക്ക് ശ്രീഗണേശ ഇങ്ങനെയുള്ള വള്ളങ്ങളുടെ മെയിൻ്റനൻസുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിതാവ് നാരായണനാചാര്യയുടെ ശിക്ഷണത്തിൽ കല്ലൂപ്പറമ്പൻ ചുണ്ടൻ വള്ളത്തിന്റെ നിർമ്മാണത്തിൽ തുടങ്ങി ചെറുകോൽപ്പുഴ, നെല്ലിക്കൽ, നെടുമ്പ്രയാർ എന്നീ പള്ളിയോടങ്ങളുടെയും 20ഓളം കളിവള്ളങ്ങളുടെയും നിർമ്മാണത്തിന്റെ ഭാഗമായതിന്റെ കരുത്തിൽ 2011 ആയാമ്പറമ്പ് പാണ്ടിച്ചുണ്ടൻ വള്ളത്തിന്റെ മുഖ്യ ശില്പിയായി. ഇങ്ങനെ 2 ദശാബ്ദകാലത്തെ കഠിനമായ തപസ്സിക്കൊടുവിൽ 2011 ആയാമ്പറമ്പ് പാണ്ടിയും 2014 സെന്റ് പയസ് 10th ചുണ്ടനും സാരഥി തെക്കനോടിയും നീറ്റിലിറക്കി. നടുഭാഗം പുത്തൻ ചുണ്ടൻ നീരണിഞ്ഞതോടെ ചുണ്ടൻ വള്ളങ്ങളുടെ ശില്പികളിൽ സാബു നാരായണൻ തന്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് KCV. കൺസ്യൂമർ ഫെഡ് നന്മ സ്റ്റോറുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. നന്മ സ്റ്റോറിലെ ജീവനക്കാർക്ക് ശമ്പളമില്ലാതായിട്ട് മാസങ്ങൾ കഴിഞ്ഞു. പുറമേ നിന്ന് കാണുന്ന മോടി മാത്രമേ ഉള്ളൂ നന്മ സ്റ്റോറുകൾക്ക്. അരി, പഞ്ചസാര, വെളിച്ചെണ്ണ തുടങ്ങി എല്ലാ നിത്യോപയോഗ സാധനങ്ങളും വിറ്റഴിച്ചിരുന്ന കൺസ്യൂമർ ഫെഡ് സ്റ്റോറുകളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. അരിയും പഞ്ചസാരയും അടക്കമുള്ള സാധനങ്ങൾ കടയിലെത്തിയിട്ട് മാസങ്ങൾ കഴിഞ്ഞെന്നാണ് ജീവനക്കാർ വ്യക്തമാക്കുന്നത്. കാലിയായ കൺസ്യൂമർ ഫെഡ് സ്റ്റോറിന് കാവലിരിപ്പാണ് തങ്ങളുടെ പ്രധാന ജോലിയെന്നാണ് ജീവനക്കാർ പറയുന്നത്. കൺസ്യൂമർ ഫെഡ് സ്റ്റോറുകളിലെ ജീവനക്കാർക്ക് ജനുവരി, ഫെബ്രുവരി മാസത്തെ ശമ്പളം ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല. നെടുമുടി കൺസ്യൂമർ ഫെഡ് ഗോഡൌൺ അടച്ചുപൂട്ടുന്നതിന്റെ ഭാഗമായി 12ഓളം ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. നെടുമുടി കൺസ്യൂമർ ഫെഡ് ഗോഡൌണിന്റെ കീഴിൽ വരുന്ന പൂപ്പള്ളി, കോയിമുക്ക്, കൈനഗിരി ഈസ്റ്റ്, കൈനഗിരി വെസ്റ്റ്, മിത്രക്കരി, പുളുങ്ങുന്ന്, ചമ്പക്കുളം, പൊങ്ങ, ആലപ്പുഴ, വലിയ കലവൂർ തുടങ്ങിയ പ്രദേശങ്ങളിലെ കൺസ്യൂമർ ഫെഡ് സ്ഥാപനങ്ങളിലേക്ക് ഇനി മുതൽ ഹരിപ്പാട് ഗോഡൌണിൽ നിന്നും വേണം സാധനങ്ങൾ കൊണ്ടുവരാൻ. മാർച്ച് മാസം അവസാനത്തോടുകൂടി സംസ്ഥാനത്തെ നിരവധി കൺസ്യൂമർ ഫെഡ് സ്ഥാപനങ്ങൾക്ക് താഴ് വീഴുമെന്നാണ് ഗവൺമെന്റ് തന്നെ ഇതിനോടകം വ്യക്തമാക്കിയിരിക്കുന്നത്. 35ാമത് ദേശീയ ഗെയിംസിൽ 2 വെള്ളി മെഡൽ നേടിയ യുവാവ് തുടർ പരിശീലനത്തിനായി അധികൃതരുടെ കനിവ് തേടുകയാണ്. ജൂനിയർ ഗെയിംസിൽ 2 സ്വർണവും 2 വെങ്കലവും നേടിയ വൈശ്യംഭാഗം സ്വദേശിയാണ് തുടർ പരിശീലനത്തിനായി വഴി തേടുന്നത്. 35ാമത് ദേശീയ ഗെയിംസിൽ 2 വെള്ളി മെഡൽ നേടി വൈശ്യംഭാഗം പുത്തൻവീട്ടിൽ EB സാജു. കേരളത്തിന്റെ മണ്ണിൽ സ്വന്തം ജില്ലയിൽ നാട്ടുകാരുടെ കൺമുന്നിലായിരുന്നു വെള്ളി മെഡലിന്റെ നേട്ടം. എന്നാൽ ആ വെള്ളിത്തിളക്കമൊന്നുമില്ല സാജുവിന്റെ ജീവിതത്തിൽ. 10ാം വയസ്സിൽ സായിയിൽ നിന്ന് ആരംഭിച്ച കായിക ജീവിതം ഇന്ന് 2 വെള്ളി മെഡലിൽ എത്തി നിൽക്കുമ്പോഴും ഒരു ഗവൺമെന്റ് ജോലി എന്നത് ഇന്നും അന്യമാണ് ഈ കായിക താരത്തിന്. 10 വർഷമായി ഗെയിം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ജൂനിയർ ഗോൾഡ് മെഡൽ, ജൂനിയർ സിൽവർ, ബ്രോൺസ്, സീനിയർ നാഷണൽ ബ്രോൺസ് മെഡൽ, ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി മീറ്റ്, ധാരാളം കോമ്പറ്റീഷനിൽ യാത്ര ചെയ്തിട്ടും ഇതുവരെയായിട്ടും മെഡൽ സമ്മാനിച്ചിട്ടും കേരളം ഞങ്ങൾക്കൊരു ജോലിയുടെ കാര്യത്തിൽ മാത്രം തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല. ഈ കഴിഞ്ഞ കേരളത്തിൽ ചേർന്ന നാഷണൽ ഗെയിംസിൽ കേരളത്തിന് വേണ്ടി 2 സിൽവർ മേടിക്കാൻ സാധിച്ചു. ജോലിയുടെ കാര്യം ഇതുവരെയായിട്ടും ഒരു ഉറപ്പും തന്നിട്ടില്ല. ക്യാഷ് പ്രൈസ് ഓഫർ ചെയ്തതല്ലാതെ ജോലിയുടെ കാര്യം ഓഫർ ചെയ്തിട്ടില്ല. ഓഫർ ചെയ്തത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറി കഴിഞ്ഞാൽ കണ്ടിന്യൂ ആയി ഗെയിം ചെയ്യാൻ പറ്റുന്നൊരു വിശ്വാസവുമില്ല. 2016 ഗോവയിൽ വെച്ച് നടക്കുന്ന നാഷണൽ ഗെയിംസിൽ പങ്കെടുക്കണമെന്നും മെഡൽ നേടണമെന്നും ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. തുടർ പരിശീലനത്തിനും ഉപജീവനത്തിനും ഉതകുന്ന ഒരു ജോലി കിട്ടിയാൽ 2016 ഗോവയിൽ നടക്കുന്ന ദേശീയ ഗെയിംസിൽ സാജു മെഡൽ നേടുമെന്ന് പറയുമ്പോൾ അമ്മയുടെ കണ്ണുകളിൽ ആത്മവിശ്വാസമുണ്ട്, അവഗണനയുടെ കണ്ണുനീരുമുണ്ട്. എൻ്റെ മോന് വെള്ളി മെഡൽ, 2 നാഷണൽ ഗെയിംസിൽ 2 വെള്ളി മെഡൽ നേടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും അടുത്ത മെഡൽ സ്വർണം കിട്ടണമെന്ന് തന്നെയാണ് പ്രാർത്ഥനയും ആഗ്രഹവും. അതിനു വേണ്ടിയിട്ട് അവന് നന്നായിട്ട് ട്രെയിനിങ് ചെയ്യാനുള്ള അവസരം കിട്ടിയ അവൻ തീർച്ചയായിട്ടും സ്വർണം തന്നെ നേടുമെന്ന് വിശ്വാസമുണ്ട്. അതിനെ സഹായിച്ച എല്ലാ കോച്ചസിനും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് പീയൂഷ് സാറ്, അഭയൻ സാറ്, അജി സാറ്, അവിടെയുള്ള സായിലുള്ള എല്ലാ കോച്ചസും നന്നായിട്ട് പരിശ്രമിച്ചു. അതിന്റെ ഫലമാണ് ഇത് വെള്ളി കിട്ടിയത്. ഇത്തരം സർവീസസിന്റെ കൂടെ ഇത്ര കടപിടിച്ച്, അതായത് മൈക്രോ സെക്കൻഡിന് ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ടതാണ്. മൈക്രോ സെക്കൻഡിലാണ് അവന്റെ സ്വർണം നഷ്ടപ്പെട്ടത്. അത് അവന് അടുത്ത തവണ ലഭിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പരിശീലനത്തിനാവശ്യമായ കായിക ഉപകരണങ്ങൾ വാങ്ങാൻ വഴിയില്ലാതെ തുടരുമ്പോഴും നിരവധി കുട്ടികൾക്ക് നീന്തലിലും തുഴച്ചിലിനും പരിശീലനം നൽകുകയാണ് ഈ കുട്ടനാട്ടുകാർ. ബോട്ട് ജെട്ടി അപകടാവസ്ഥയിൽ, അറിഞ്ഞ ഭാവമില്ലാതെ അധികൃതർ. ചമ്പക്കുളം പഞ്ചായത്ത് 12ാം വാർഡിലെ ബോട്ട് ജെട്ടിയാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത്. വിദ്യാർത്ഥികളടക്കം 100ഓളം യാത്രക്കാരാണ് ഈ ബോട്ട് ജെട്ടിയെ ദിവസേന ആശ്രയിക്കുന്നത്.
ദേ മോനെ നോക്കിപ്പോണേ. ഈ ജെട്ടിയിലേക്ക് കയറുമ്പോൾ സമീപത്ത് മുതിർന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്ന വാക്കുകളാണിത്. ഇക്കഴിഞ്ഞ ദിവസവും 2 കുട്ടികൾ ബോട്ട് ജെട്ടിക്കും കരയിലുമിടയിലെ വിടവിൽ കൂടി വെള്ളത്തിൽ പോയെന്ന് അവരുടെ തന്നെ സഹപാഠിയായ ജെറിൻ പറയുന്നു. ഞങ്ങൾക്ക് സ്കൂളിലേക്ക് പോകാനുള്ള ജെട്ടിയാണിത്. ദിവസേന 2-3 പേരെങ്കിലും തട്ടി വീഴുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 2 കൊച്ചുങ്ങള് നടന്നു വന്ന വഴി വെള്ളത്തിൽ പോയി. പ്രായത്തിന്റെ അപക്വതയും കളിയും ചിരിയുമൊക്കെയായി സ്കൂൾ ജീവിതത്തിലേക്ക് കാലൂന്നുന്ന കുരുന്നുകൾക്ക് പോലും ഇപ്പോൾ പേടിയാണ് ഈ കടവ്. LKG UKG കുട്ടികളെ മാത്രമാണ് മാതാപിതാക്കൾ ബോട്ട് കയറ്റി വിടാനായി ഇവിടെ എത്തുന്നത്. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ജെസ്സി ജോജിയോടും മറ്റ് അധികൃതരോടും ബോട്ട് കടവിന്റെ ദയനീയാവസ്ഥ പലതവണ പറഞ്ഞതായി പ്രദേശവാസികൾ പറയുന്നു. ഈ മാപ്പിളശ്ശേരി ജെട്ടിയിൽ കൂടെ 2-3 സ്കൂളിലെ കുട്ടികളാണ് നിരന്തരം കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. അത് LKG UKG അങ്ങനെയുള്ള തൊട്ട് 10ാം ക്ലാസ് +2 വരെയുള്ള കുട്ടികളുണ്ട്. ഒരു 100-ൽ താഴെ കുട്ടികൾ ഡെയിലി കയറി പോകുന്ന ഒരു ജെട്ടിയാണ്. അതിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇതുകൂടാതെ ചമ്പക്കുളത്ത് സർക്കാർ ആശുപത്രിയിലേക്ക് പോകുന്നവർ, ഇവിടുന്ന് ചമ്പക്കുളത്ത് ബാങ്കിലേക്ക് പോകുന്നവർ, പ്രായമായിട്ടുള്ള വളരെയധികം ആൾക്കാർക്ക് പോകാനായിട്ട് അവരുടെ ഈ പ്രായമായവർക്ക് അവരുടെ ജീവന് തന്നെ ഭീഷണിയായ ഒരു അവസ്ഥയിലായി ഈ ജെട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇത് ജെട്ടി തന്നെയല്ല, ഇവിടുത്തെ പഞ്ചായത്തിന്റെ കടത്തുകടവുകളും എല്ലാം ഈ അവസ്ഥയാണ്. കടത്ത് കൊടുത്ത് ലേലം ചെയ്ത് കാശ് വാങ്ങിക്കുക എന്നുള്ളതല്ലാതെ കടത്തുകടവ് കെട്ടുന്ന ഒരവസ്ഥ പോലും പഞ്ചായത്തിനില്ല. ഇതും ആ അവസ്ഥപ്പെടുന്നതാണ്. ഇതിപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്ന് ബോട്ട് സർവീസ് കുറച്ചു കാലം കൊണ്ട് നിൽക്കും, ഹൗസ് ബോട്ടുകൾ മാത്രമേ ഇത് ഓടാനുള്ളൂ എന്നാണ് അധികൃതരുടെ ഒരു സൈഡിൽ നിന്നുള്ള ഒരു വിശദീകരണം. അതാണ്. അപ്പോൾ ഇത് കൊച്ചുകുട്ടികളുടെ ജീവന് ഭീഷണിയാവുന്നുള്ള ഒരൊറ്റ പരിഗണനയിലും പെടുത്തി ഇതൊന്ന് ശരിയാക്കി എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സെന്റ് തോമസ് UP സ്കൂൾ ചമ്പക്കുളം, ബിഷപ്പ് കുര്യാളശ്ശേരി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കൊട്ടാരം ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങി നിരവധി വിദ്യാലയങ്ങളിലേക്ക് ജലഗതാഗതത്തെ ആശ്രയിക്കുന്ന വിദ്യാർത്ഥികളുടെ ബോട്ട് കടവാണ് മാപ്പിളശ്ശേരി കടവ്. വിവിധ ആശുപത്രികളിലേക്കും തൊഴിലുറപ്പ് തൊഴിലാളികളടക്കം ബാങ്കുകളിലേക്ക് പോകുന്നവർക്കും മറ്റൊരാശ്രയവുമില്ല. വൈകുന്നേരം 7:45 നെടുമുടിയിൽ നിന്ന് എടത്തുവായിലേക്കുള്ള അവസാന സർവീസ്. ആ സമയമാകുമ്പോഴേക്കും ബോട്ട് ജെട്ടിയും പരിസരവും പൂർണ്ണമായും ഇരുട്ടിലാവും. ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് മുതിർന്നവർ ആറ്റിൽ വീണ സംഭവവും ചുരുക്കമല്ല. എത്രയും വേഗം ബോട്ട് ജെട്ടിയുടെ അപാകതകൾ തീർത്ത് അപകടരഹിതമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പെട്രോൾ ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ച് CPIM നേതൃത്വത്തിൽ പെട്രോൾ പമ്പുകളിലേക്ക് മാർച്ച് നടത്തി. CPIM ആലപ്പുഴ ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് ജില്ലാ കമ്മിറ്റി അംഗം PP ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു. ആ വോട്ടിംഗ് നടക്കുന്നതിന് മുമ്പായി ആ ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഏതാ ബില്ല്? ഇൻഷുറൻസ് മേഖലയിലെ 49%. ആ ഇൻഷുറൻസ് എന്ന് പറയുന്നത് സർക്കാരിന്റെ കയ്യിലുള്ള പൂർണ്ണമായിട്ട് യഥാർത്ഥത്തിൽ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ സാമൂഹ്യ ജീവിതത്തിൽ അതിപ്രധാനമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ ഏതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ സുരക്ഷിതത്വത്തിന്റെ ഭാഗമായി അവൻ കാണുന്ന ഇൻഷുറൻസ് പോലെയുള്ള രാജ്യത്തിന് വലിയ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന സാമൂഹ്യ ലക്ഷ്യത്തോടുകൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആ സാമ്പത്തിക മേഖലയെ, ആ സംവിധാനത്തെയും സ്വകാര്യവൽക്കരിക്കുവാൻ വേണ്ടിയുള്ള ബില്ല്, ആ ബില്ലാണ് ഇന്ന് ഇന്ത്യയുടെ ലോകസഭയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിച്ചത് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഓരോ നിയമങ്ങളും ഓരോ ബില്ലുകളും. ഇപ്പൊ ഭൂമിയുമായി ബന്ധപ്പെട്ട ബില്ല്, ആ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തുള്ള ഭൂമി. CPIM ആലപ്പുഴ ഏരിയ സെക്രട്ടറി VB അശോകൻ അധ്യക്ഷത വഹിച്ചു. PK സോമൻ, O അഷറഫ്, ജയരാജ്, VB വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ
മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിലെ വിളവെടുപ്പിനായി ആവശ്യത്തിന് കൊയ്ത്തിയന്ത്രങ്ങൾ എത്തിക്കാമെന്ന് അധികൃതർ ഉറപ്പു നൽകിയിട്ടും അത് പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് അഖില കുട്ടനാട് നെൽനാളികേര കർഷക ഫെഡറേഷൻ പ്രസിഡന്റ് ബേബി പാറക്കാടൻ. പാടശേഖരങ്ങളിൽ ആവശ്യത്തിന് കൊയ്ത്തന്ത്രങ്ങൾ ലഭ്യമാക്കാത്തതിനെ തുടർന്ന് തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് കൊയ്ത്ത് നടത്തുന്നത്. ഇവർ കർഷകരിൽ നിന്നും അമിത വാടകയാണ് ഈടാക്കുന്നത്. കുട്ടനാട്ടിലെ കൊയ്ത്തിന് വേണ്ട മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടെന്നും ബേബി പാറക്കാടൻ പറഞ്ഞു. തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകളിലൂടെ കായൽ നിലങ്ങളിലേക്ക് ഉപ്പുവെള്ളം എത്തുന്നുണ്ട്. ഇതുമൂലം മാരാൻ കായൽ അടക്കമുള്ള കായലുകളിലെ നെൽച്ചെടികൾ നശിക്കുകയാണ്. കുട്ടനാട്ടിലെ കായൽ നിലങ്ങൾ ഇന്ന് ഒരു അതീവ ഗുരുതരമായ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ, തണ്ണീർമുക്കം ഷട്ടറിലൂടെ അമിതമായ വെള്ളത്തിൻ്റെ വരവ്, അത് ഉപ്പുരസം കലർന്ന വെള്ളമാണ് ഇപ്പോൾ കായൽ നിലങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അനുവദിക്കാവുന്നതിൽ കൂടുതൽ അളവ് ഉപ്പുരസം ആ ശുദ്ധജലത്തിലേക്ക് കലരുന്നത് മൂലം മാരാങ്കായൽ അടക്കമുള്ള കായൽ പ്രദേശങ്ങളിൽ നെല്ല് ചൊട്ട വെച്ച് വരുന്ന സമയമാണ്. 40-45 ദിവസം പ്രായമായ നെൽച്ചെടികൾ കൊതുമ്പ് വെച്ച് വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ചൊട്ട വെച്ച് വരുന്ന സമയത്ത് ഈ ഉപ്പ് വെള്ളം ആ കായൽ നിലങ്ങളിലേക്ക് കയറിയാൽ നെല്ല് പതിരായി പോകുന്ന സാഹചര്യത്തിലേക്ക് വരും. ഏതാണ്ട് 400 ഏക്കറോളം വരുന്ന ആ കായൽ നിലങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ സമീപ പ്രദേശത്തുള്ള പാടശേഖരങ്ങൾ ഗുരുതരമായ ഉപ്പുവെള്ള ഭീഷണിയെ നേരിടുകയാണ്. കോട്ടയം, ആലപ്പുഴ ജില്ലാ ഭരണകൂടങ്ങൾ സംയുക്തമായി ഇടപെട്ട് ഇതിന് പരിഹാരം കാണണമെന്നും ബേബി പാറക്കാടൻ ആവശ്യപ്പെട്ടു. മുട്ടാർ ഗ്രാമപഞ്ചായത്ത് 2014-15 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി SC വിഭാഗങ്ങൾക്ക് അനുവദിച്ച വീടിന്റെ പരിസരം മണ്ണിട്ട് ഉയർത്തുന്ന പദ്ധതിക്ക് തുടക്കമായി. മുട്ടാർ ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിൽ മിത്രമഠം കോളനിയിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈല രാജു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളൊരു 3,40,40,000 രൂപയാണ് ഇതിന് വക മാറ്റിയിരുന്നത്. അതിനുശേഷം നടക്കാത്ത കുറെ പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി ഒരു 8 ലക്ഷത്തിന് മേളിൽ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 11,90,000 രൂപ നമുക്കൊരു 119 പേർക്ക് കൊടുക്കേണ്ടതായിട്ട് 10,000 രൂപ വെച്ച്. ഇതെങ്ങനെ നടപ്പിലാകുന്നതിന്റെ കാര്യം ബോർഡ് മെമ്പർ വിശദീകരിച്ചു. കാരണം ഞങ്ങളുടെ 13 പേര് ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു പദ്ധതി നടപ്പിലാക്കണം. കാരണം കേരളത്തിൽ ഇതിനു മുൻകാലങ്ങളിൽ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കിയെങ്കിലും ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ പോലും ഇങ്ങനെ ഒരു പരിസര ഉയർത്തൽ എന്നൊരു പദ്ധതി നടപ്പിലാക്കുന്നില്ല. കാരണം അതിന് ഒത്തിരി അതിന് VO ആണെങ്കിലും ഓവർസിയർ ആണെങ്കിലും അവരൊക്കെ ഒത്തിരി സഹകരിക്കേണ്ടതുണ്ട്. അത് തന്നെയല്ല, ഇവിടുത്തെ നമ്മുടെ SC ഓഫീസർ ആദ്യം ചോദിച്ചത് ഈ പ്രസിഡന്റിനും ഈ മുട്ടാർ പഞ്ചായത്തിനും വിവരമില്ലെന്ന് ചോദിച്ചു. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇതിന് കുട്ടനാട് പ്രദേശത്ത് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കിയാൽ വെള്ളം കുത്തനെ ഒഴുകി ഈ ഇടുന്ന മണ്ണ് വെറുതെ ഫലമില്ലാതെ പോകും. അതുകൊണ്ട് ഒരു SC കോളനി കേന്ദ്രീകരിച്ച് അവർക്ക് 11 ലക്ഷം ഉണ്ടെങ്കിൽ ആ കോളനി കേന്ദ്രീകരിച്ച് അവർക്ക് മണ്ണിട്ട് ഉയർത്തണം എന്നാണ് ആദ്യത്തെ നിർദ്ദേശം വന്നത്. വാർഡ് മെമ്പർ റെജിമോൾ പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മെമ്പർമാരായ ബോബൻ ജോസ്, തോമസ് ആന്റണി, സുനീഷ്, മാത്തുക്കുട്ടി ഈപ്പൻ, VO ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. SC ഫണ്ടിൽ നിന്നും ഒരു ഗുണഭോക്താവിന് 10,000 രൂപ വീതം 119 പേർക്ക് 11,90,000 രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. പമ്പിംഗ് സബ്സിഡി പൂർണ്ണമായും സൗജന്യമാക്കുമെന്ന 2011 ബഡ്ജറ്റ് പ്രഖ്യാപനം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച്
കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. ആലപ്പുഴ പുഞ്ച സ്പെഷ്യൽ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ ചങ്ങനാശ്ശേരി അതിരൂപത പാസ്റ്ററൽ കൌൺസിൽ അംഗം ഔസേപ്പച്ചൻ ചെറുകാട് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം 2011 ശ്രീ KM മാണി സാർ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കർഷകരുടെ പമ്പിംഗ് സബ്സിഡി പൂർണ്ണമായും സൗജന്യമായി നൽകിക്കൊണ്ട് ഉള്ള ഒരു നിർദ്ദേശം ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും ഈ 2015 ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ള ഈ നിർദ്ദേശം നടപ്പിലാക്കാതെ മാറ്റിവെച്ച സ്ഥിതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പൂർണ്ണമായും സൗജന്യമായി പമ്പിംഗ് സബ്സിഡി നൽകുമെന്ന് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് കർഷകർക്ക് അനുവദിച്ച് നൽകുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ കർഷകർ ചോദിക്കുന്നത്. എന്താണ് ഇതിന്റെ തടസ്സം നിൽക്കുന്നത്? നമുക്കറിയാം, ഇപ്പോൾ പാടശേഖര സമിതി അതായത് 1900 രൂപയും അതുപോലെ തന്നെ 455 രൂപയാണ് നമുക്കിപ്പോൾ സബ്സിഡി നൽകിക്കൊണ്ടിരിക്കുന്നത്. 1355 രൂപയിൽ വെറും 455 രൂപയാണ് സർക്കാർ പമ്പിംഗ് സബ്സിഡിയായി സൗജന്യമായി നൽകുന്നത്. അതുകൊണ്ട് കർഷകർക്ക് എന്താണ് നേട്ടമുള്ളത്? ബാക്കി 900 രൂപ കർഷകർ അടയ്ക്കുകയാണ്. ഓരോ വർഷവും കൂലിച്ചെലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോസ് കൈലാത്ത് അധ്യക്ഷത വഹിച്ചു. മൈക്കിൾ പി ജോൺ, നൈനൻ തോമസ്, ജോർജ് കുട്ടി നെല്ലിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ച് 6-ാം തീയതി കേരളത്തിലെ 14 ജില്ലാ കേന്ദ്രങ്ങളിലും തയ്യൽ തൊഴിലാളികൾ ധർണാ സമരം നടത്തും. ഇതിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ തയ്യൽ തൊഴിലാളികൾ കളക്ടറേറ്റ് നടയിൽ ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 500 രൂപയായിരുന്നു. മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ 1 മുതൽ 600 ആക്കിയെങ്കിലും അത് യഥാസമയത്ത് തൊഴിലാളികൾക്ക് കിട്ടാത്തൊരവസ്ഥ. മറ്റ് ആനുകൂല്യങ്ങളും കൃത്യമായി കിട്ടുന്നില്ല. ക്ഷേമനിധിയിൽ വരുമാനം കുറവും ചെലവ് വർദ്ധിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ പല സ്രോതസ്സും നമ്മൾ സർക്കാരിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വരുമാനം ഉണ്ടാകത്തക്ക തരത്തിൽ ടാക്സിൽ നിന്നും അതുപോലെ തന്നെ റെഡിമെയ്ഡ് വസ്ത്ര കയറ്റുമതിയിൽ നിന്നും മുതലാളിമാരുടെ വിഹിതം അടപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഒന്നിൽ കൂടുതൽ തൊഴിലാളികളെ വെച്ച് പണിയെടുപ്പിക്കുന്ന കടകൾ രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ നിന്നുള്ള വരുമാനം, ഇങ്ങനെ പലതരത്തിലുള്ള വരുമാന സ്രോതസ് നമ്മൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടും മാറി മാറി വരുന്ന ഒരു സർക്കാരും ആ രംഗത്തേക്ക് കടന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തൊഴിലാളികളുടെ പ്രീമിയം തന്നെ വർദ്ധിപ്പിക്കാവുന്ന ഒരവസ്ഥയിലേക്കാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. 50 രൂപയാക്കണം, ഇപ്പോൾ 20 രൂപയാണ്. കേരള തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തണമെന്നാവശ്യപ്പെട്ടാണ് സമരം നടത്തുന്നത്. ക്ഷേമനിധിയിൽ നിന്ന് കൊടുക്കുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കഴിഞ്ഞ 1 വർഷമായി മുടങ്ങിക്കിടക്കുകയും കൊടുക്കുന്നവ കൃത്യസമയത്ത് കൊടുക്കാതിരിക്കുകയും ചെയ്ത് തൊഴിലാളികളെ ദുരിതത്തിലാക്കുകയാണ്. തയ്യൽ തൊഴിലാളി നിയമം ഭേദഗതി വരുത്തുക, മിനിമം പെൻഷൻ 1000 രൂപയായി വർദ്ധിപ്പിക്കുക, മരണാനന്തര ആനുകൂല്യം 25,000 രൂപയായി വർദ്ധിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങളും ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ PK പളനി, PS യൂസഫ്, VK മണി, KP ഭാസ്കരരാജ് എന്നിവർ പങ്കെടുത്തു. വെളിനാട് സെന്റ് മൈക്കിൾസ് LP സ്കൂളിലെ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും നടന്നു. വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം പുലിമുഖം പള്ളി വികാരി ഫാദർ ഡോക്ടർ ജോസഫ് പാറക്കൽ നിർവഹിച്ചു. ശ്രദ്ധയോടുകൂടി ഈ ഭവനം സന്തോഷത്തോടുകൂടി നിർമ്മിച്ചെന്നാൽ അതിൻ്റെ ഫലം അനുഭവിക്കുക അവർ തന്നെയായിരിക്കും. നേരെ മറിച്ച് നമ്മൾ കേട്ട കഥയിലെ രാജശില്പിയെ പോലെ ഇത് രാജാവിന് വേണ്ടിയിട്ടുള്ള ഭവനമാണല്ലോ, അതുകൊണ്ട് വേണ്ടത്ര ശ്രദ്ധയൊന്നുമില്ലാതെ എങ്ങനെയെങ്കിലും ഞാനിത് തട്ടിക്കൂട്ടി പണിയും എന്ന് ചിന്തിച്ചെന്നാൽ നമുക്ക് ജീവിതത്തിൽ എന്നും ദുഃഖിക്കുവാൻ മാത്രമേ അവസരം കാണത്തുള്ളൂ. അതുകൊണ്ട് പഠന കാലയളവ് ദൈവമേൽപ്പിച്ചു തന്നിരിക്കുന്ന കാലയളവാണ് എന്ന് മനസ്സിലാക്കി എൻ്റെ 1ാമത്തെയും എൻ്റെ 2ാമത്തെയും എൻ്റെ 3ാമത്തെയും കടമ പഠിക്കുക എന്നതാണ് എന്ന് മനസ്സിലാക്കി സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാമ്പുഴയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം, മോനിഷ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
നാടിനാവേശമായി നടുഭാഗം പുത്തൻചുണ്ടൻ നീരണിഞ്ഞു. ജലോത്സവത്തിൽ ജലകേസരിയാവാൻ നടുഭാഗം ചുണ്ടന് സാധിക്കണമെന്ന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതിഭ ഹരി. കീശകീറി കൺസ്യൂമർ ഫെഡ്, ജോലി നഷ്ടപ്പെട്ട ജീവനക്കാർ. മാർച്ച് അവസാന വാരത്തോടെ സംസ്ഥാനത്തെ പകുതിയോളം കൺസ്യൂമർ ഫെഡ് നന്മ സ്റ്റോറുകൾക്കും താഴുവീഴും. അപകടക്കെണിയൊരുക്കി ബോട്ട് ജെട്ടി, അനക്കമില്ലാതെ അധികൃതർ. പ്രതിഷേധവുമായി യാത്രക്കാർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.